ആദ്യം ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ വന്നു, മുഖ്യമന്ത്രിയായി, മന്ത്രിമാരായി. പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനവും കേരളം കേട്ടു. നന്ദിപ്രമേയ പ്രസംഗം പൂർത്തിയായി, സ്പീക്കറായി, ഡെപ്യൂട്ടി സ്പീക്കറായി. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്നല്ലേ? LDFന്റെ നിയമസഭാ കക്ഷിയോഗം ഇതുവരെ ചേർന്നിട്ടില്ല. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. പ്രതിപക്ഷത്ത് തമ്മിൽ തല്ലാണോ? നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. മെയ് 4-ാം തീയതിയാണ് വോട്ട് എണ്ണിയത്. അതായത് ഒരു മാസമായി. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കുറച്ച് സമയമൊക്കെ എടുത്തു. പക്ഷേ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും വേഗത്തിലായിരുന്നു. ഇന്നിതാ 16-ാം നിയമസഭയും ചേർന്നു. ഇത്രയൊക്കെ ആയിട്ടും ചേരാൻ കഴിയാത്തൊരു യോഗമുണ്ട്. എന്താണെന്നല്ലേ? LDFന്റെ നിയമസഭാ കക്ഷിയോഗം. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പക്ഷേ പ്രതിപക്ഷത്തിനൊരു ഉപനേതാവുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? അത് CPIയിൽ നിന്നാണെന്ന് ഉറപ്പിച്ചു പറയുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പുറത്തോട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യം വെച്ചത് ഏറ്റവും ന്യായമായിട്ടാണ്. അതുകൊണ്ട് തന്നെ പുറകോട്ട് പോകേണ്ട കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ സ്ഥാനം അർഹതപ്പെട്ടതാണ്. ഉറപ്പായിട്ടും ചർച്ച നടന്നിട്ടുണ്ടോ? ചർച്ച ഉണ്ടായിട്ടുണ്ടല്ലോ. CPI എല്ലാ ഗൗരവത്തിലും ഈ കാര്യം CPM-മായി ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം CPI സർക്കാർക്ക് അത് ബോധ്യമല്ല. അതിൻ്റെ അർത്ഥം ചർച്ച ഇനി ഉണ്ടാകില്ല എന്നോ അതേ ചൊല്ലി CPIയും CPM-ഉം വഴിവരിയാൻ പോകണമെന്നുമല്ല. നമുക്കിനി എന്താണ് CPIയുടെ ആവശ്യമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നമ്പർ 1, അതായത് പ്രതിപക്ഷ നേതാവ് ഉപനേതാവ് പദവി അത് CPIക്ക് വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. പ്രതിപക്ഷ ഉപനേതാവായി K രാജനെ പരിഗണിക്കണം എന്നുള്ളതാണ് CPI മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതോടൊപ്പം തന്നെ ഇത്രയും കാലം ഇടതുപക്ഷം എന്നാൽ ഒരു നേതാവാണ്, ഒരു മുഖമാണ്, ഒരു വ്യക്തിയാണ് എന്നൊരു പ്രതിച്ഛായ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് മാറണം. ആ പ്രതിച്ഛായ രീതി മാറണമെന്നും CPI ആഗ്രഹിക്കുന്നു. നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തിന് ഇത്തവണ 35 MLA-മാരാണുള്ളത്. ഇതിൽ 26 MLA-മാർ CPM-നും 8 MLA-മാർ CPI-ക്കുമാണ്. RJD-ക്ക് 1. പക്ഷേ 86 സീറ്റിൽ മത്സരിച്ചപ്പോഴാണ് 26 MLA-മാരെ CPM-ന് വിജയിപ്പിക്കാനായത്. അതായത് വിജയശതമാനം 30. ഇനി CPI-യിലേക്ക് വന്നാൽ CPI മത്സരിച്ചത് 25 സീറ്റിലാണ്. ഇതിൽ 8 വിജയിച്ചു. വിജയശതമാനം കൂടുതലാണ്, 32. 10 വർഷം ഭരിച്ചപ്പോഴും ഇടത് സർക്കാർ എന്നതിന് പകരം പിണറായി സർക്കാർ എന്നാണ് ഉപയോഗിച്ചത്. അതിൽ CPI-ക്ക് അന്ന് മുതൽ തന്നെ അതൃപ്തിയുണ്ട്, അസ്വസ്ഥതയുണ്ട്. ഇനി രണ്ടാം നിരക്കാരായി തുടരാനില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ മുൻ തീരുമാനം. പ്രതിപക്ഷ നിരയിൽ രണ്ടാമനായി ഇരിക്കുന്നത് ഇപ്പോൾ KN ബാലഗോപാലാണ്. ഇന്ന് സഭാ സമ്മേളനത്തിലും അത് കണ്ടു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതും KN ബാലഗോപാലാണ്. കാര്യം ക്ലിയർ ആണ്. പ്രതിപക്ഷ നേതൃസ്ഥാനവും ഉപനേതാവ് സ്ഥാനവും CPM-ന്റേതാണ്. അത് ക്രിസ്റ്റൽ ക്ലിയറായി ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കീഴ്വഴക്കങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഇതേവരെ CPM-ആണ് എടുത്തുകൊണ്ടിരുന്നത്. അത് വന്ന ഉടനെ അത് വരാൻ തുടങ്ങി, അതായത് ആ പോസ്റ്റ് വന്നത് മുതൽ അത് നേരത്തെ പറഞ്ഞ കീഴ്വഴക്കമാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോവുക തന്നെയാണ് ചെയ്യുക. അതിദയനീയമായി തോറ്റ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും നിയമസഭാ കക്ഷിയോഗം പോലും ചേരാൻ കഴിയാത്തത്ര ദുരിതത്തിലാണ് ഇന്ന് ഇടതുപക്ഷമുള്ളത്. സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശുഷ്കമായ നിലയിലാണ് ഇടതുപക്ഷം. K രാജനെ ഉപനേതാവാക്കണമെന്ന CPIയുടെ ആവശ്യം കേട്ട മട്ടില്ല CPM. പക്ഷേ ഇനിയും വലിയേട്ടൻ കളിക്കാനാകുമോ CPM-ന്?